أعوذ بالله من الشيطان الرجيم. والله أنزل من السماء ماء فأحيا به الأرض بعد موتها إن في ذلك لآية لقوم يسمعون. وإن لكم في الأنعام لعبرة نسقيكم مما في بطونهم من بين فرث ودم لبنا خالصا سائغا للشاربين ومن ثمرات النخيل والأعناب تتخذون منه سكرا ورزقا حسنا إن في ذلك لآية لقوم يعقلون. സൂറത്തുൽ നഹ്ൽ 65 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ്. അള്ളാഹു മാനത്ത് നിന്നും വെള്ളമിറക്കിക്കൊണ്ട് നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നു. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നന്നായി ശ്രവിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ചയായും കന്നുകാലികളിലും നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അവയുടെ ഉദരത്തിലുള്ള ചാണകക്കുടലിൻ്റെയും രക്തധമനികളുടെയും ഇടയിലൂടെ ഒഴുകി വരുന്ന ശുദ്ധമായ നറുംപാൽ അനായാസം കുടിക്കാൻ നിങ്ങൾക്ക് ഒരുക്കിത്തരുന്നു. ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും പഴങ്ങളും നാം പ്രദാനം ചെയ്തു. നിങ്ങളതിൽ നിന്നും നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളും അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് അതിലേക്ക് ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യർ അവരുടെ നിത്യജീവിതത്തിന് ഉപയോഗപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കടുത്ത ചൂടിൽ വറ്റിവരണ്ട ഭൂമിയിൽ ജീവൻ്റെ യാതൊരു തുടിപ്പുകളും കാണപ്പെടാത്ത അവസ്ഥയിൽ മഴ വർഷിക്കുന്നതോടെ ആ ഭൂമി സജീവമാവുകയും വിവിധയിനം കാർഷികോൽപ്പന്നങ്ങളും സസ്യലതാദികളും മുളച്ചു പൊന്തുന്ന ആ അത്ഭുതാവഹമായ പ്രതിഭാസം, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു തആല ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. അതേപോലെ ആകാശത്തും ഭൂമിയിലും വെവ്വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമഞ്ജസവും പരസ്പര പൂരകവുമായ ഈ പ്രതിഭാസം ഒരിക്കലും നടക്കുമായിരുന്നില്ല. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ മഴ. നിർജീവമായ ഭൂമിയിൽ മഴ വർഷിക്കുന്നതോടെ അത് ജീവസുറ്റതാകുന്നു. മൃതിയടഞ്ഞു പോയെന്ന് കരുതിയ പല സസ്യങ്ങളും കായ്കനികളും വീണ്ടും മുളച്ചുണ്ടാകുന്നു. ഇതേപോലെയാണ് മരണാനന്തര ജീവിതവും. ഭൂമിയുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഓരോ മനുഷ്യൻ്റെയും മൃതദേഹങ്ങളെയൊക്കെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇതേ മഴ തന്നെ വർഷിച്ചുണ്ടാകുന്ന പുല്ലും മറ്റ് സസ്യലതാദികളും കഴിച്ചാണ് നാൽക്കാലികൾ ഇവിടെ ജീവിക്കുന്നത്. അവ അതൊക്കെ കഴിച്ച് ദഹനേന്ദ്രിയങ്ങളിലൂടെ അത് പിന്നീട് ചാണകവും അതുപോലെ രക്തവുമായിട്ട് വേർതിരിയുന്നു. അവക്കിടയിലൂടെ മനുഷ്യർക്ക് കുടിക്കാൻ പാകത്ത ശുദ്ധമായ പാല് അവ ചുരത്തിത്തരുന്നു. ഈ അത്ഭുതാവഹമായ ഈ പ്രക്രിയയിലൂടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനാവശ്യമായ പോഷകങ്ങളടങ്ങിയ ശുദ്ധമായ പാല് ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചു തരുന്നവനായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാനാണ് ഈ ആയത്തുകൾ ഉത്ബോധിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന പോഷകങ്ങളാൽ സമ്പന്നമായ ഈത്തപ്പഴം, മുന്തിരി എന്നിവ ഉൽപ്പാദിപ്പിച്ച അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന ഇത്തരം പഴവർഗ്ഗങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും നിങ്ങളുടെ സാങ്കല്പിക ദൈവങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? പക്ഷേ മനുഷ്യർ ആ ഉത്തമ ഭക്ഷ്യപദാർത്ഥങ്ങളെ തന്നെ അവൻ്റെ ബുദ്ധിക്കും വിവേകത്തിനും തകരാറുണ്ടാക്കുന്ന, ആരോഗ്യത്തിന് ഹാനികരമായ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മദ്യത്തിനു വേണ്ടി ഇത്തരം പഴവർഗ്ഗങ്ങളെയും മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിന് വിമർശിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ അള്ളാഹു സൃഷ്ടിച്ച എണ്ണമറ്റ സൃഷ്ടികളുണ്ട് ഈ ഭൂമിയിൽ.
ആ അള്ളാഹുവിൽ നേരാവണ്ണം വിശ്വസിക്കുകയും അവൻ പ്രദാനം ചെയ്ത വേദത്തെയും അവൻ നിയോഗിച്ച പ്രവാചകനെയും പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയുമാണ് മനുഷ്യർ ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഉദ്ബോധിപ്പിക്കുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.